2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പൊതു സ്വതന്ത്രയായി ഹണി റോസിനെ തൊടുപുഴയിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതായി സൂചനയുണ്ട്. തൊടുപുഴ ചെപ്പുകുളം സ്വദേശിനിയായ ഹണി റോസിനെ കേരളം ഒട്ടാകെ ആരാധകരുണ്ട് എന്നുള്ളതും കൂടി മാനിച്ച് തന്നെയാണ് ഇടതുമുന്നണി ഈ രീതിയിൽ ആലോചിക്കുന്നത്. തൊടുപുഴയിലെ അടുത്ത തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി PJ ജോസഫിന്റെ മകൻ അപ്പു മത്സരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടി തന്നെയാണ് ചെറുപ്പക്കാരിയായ ഹണി റോസിനെ കളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നത്. പൂക്കളത്ത് ജനിക്കുകയും മൂലമറ്റത്ത് പഠിക്കുകയും ചെയ്ത ഹണി റോസിന് തൊടുപുഴ മണ്ഡലത്തിൽ നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട്. അത് ഇടതുമുന്നണിയെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഒരു ഘടകം തന്നെയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിലെ ഓരോ സീറ്റിനും വലിയ വിലയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ UDFന്റെ കയ്യിലുള്ള സീറ്റുകളിൽ മുഴുവൻ വിജയസാധ്യത മാത്രമാണ് അവർ നോക്കുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരിയായ സിനിമാ നടി എന്നുള്ള പരിവേഷം വിജയസാധ്യത കൂടുതൽ ആക്കുന്നുമുണ്ട്. ഒരുപാട് സിനിമാ നടന്മാരെ മുൻപും ഇടതുമുന്നണി കളത്തിൽ ഇറക്കി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഹണി റോസിനെതിരെ നടന്ന സൈബർ ആക്രമണത്തെ സർക്കാർ ഫലപ്രദമായി നേരിടുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി മറ്റാർക്കും ലഭ്യമാകുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഹണി റോസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു പോരാളിയുടെ ഇമേജ് ഉണ്ടാക്കുവാനും ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ആൾ എന്നുള്ള സംസാരം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനും ഹണി റോസിന് സാധിച്ചിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പോലും സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഹണി റോസിന്റെ ഒറ്റ പരാതിയിൽ സർക്കാരിന് ഇടപെടാനും നടപടി എടുക്കാനും സാധിച്ചു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പോരാളിയും പരിശ്രമശാലിയുമായ ഹണി റോസിനെ തൊടുപുഴയിൽ പൊതു സ്വതന്ത്രയായി നിർത്തുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീറ്റ് ആയതുകൊണ്ട് ഹണി റോസിനെ കേരള കോൺഗ്രസ് പാർട്ടി അംഗത്വം നൽകി പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നത് മാണി ഗ്രൂപ്പിലെ ഒരു ഉന്നത നേതാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവത്ത് പരീക്ഷിച്ച വനിതാ രത്നത്തെ കൊണ്ടുവന്നത് ഈ താക്കോൽ സ്ഥാനീയനായ നേതാവാണ്. ഇവിടെയും പിറവ മോഡൽ നടപ്പാക്കാനാണ് ഈ താക്കോൽ സ്ഥാനീയന്റെ പുറപ്പാട്. അറിവ് ശരിയാണെങ്കിൽ ഇന്നലെ തന്നെ അതിനുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുമുണ്ട്. ഹണി റോസുമായി ബന്ധപ്പെട്ടുവെന്നും താക്കോൽ സ്ഥാനീയന്റെ ഒരു അനുയായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹണി റോസ് മത്സരിക്കുകയാണെങ്കിൽ അതൊരു മത്സരം തന്നെയായിരിക്കും. PJ ജോസഫിനെയും മകൻ അപ്പു ജോസഫിനെയും കണ്ടം വഴി ഓടിക്കും. അവരുടെ കുത്തക തകർക്കുക തന്നെയാണ് മാണി ഗ്രൂപ്പുകാരുടെ ലക്ഷ്യവും.